നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ മെമ്മോറിയൽ ഡേയോടനുബന്ധിച്ച് US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. എന്നിരുന്നാലും US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ അതിശക്തമായിട്ടുള്ള നിലയിൽ തന്നെയാണ്. ഏകദേശം 1% മുകളിലാണ് ഡൗ, S&P, നാസ്ഡാക്ക് എന്നിവ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാണ്ടർ ലൈൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ജൂലൈ 9 വരെ യൂറോപ്യൻ യൂണിയൻ സാധനങ്ങളുടെ 50% നികുതി വൈകിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. നേരത്തെ ജൂൺ 1 മുതൽ നികുതി ആരംഭിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് ഉയരാനുണ്ടായ കാരണമായത്. യൂറോപ്യൻ യൂണിയന്റെ താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഷോർട്ട് ടേമിലേക്ക് US മാർക്കറ്റുകൾക്ക് ഒരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു. ഇനി ഇന്നത്തെ പ്രത്യേകതകൾ നോക്കിയാൽ നിരവധി എക്കണോമിക് ഡാറ്റകൾ വരുന്ന ഒരു ദിവസമാണ് US-ൽ നിന്ന്. ഡ്യൂറബിൾ ഗുഡ്സ്, ഹൗസിംഗ് ആൻഡ് കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ എന്നിവയാണ് പുറത്തു വരുന്നത്. 2 ഫെഡ് പ്രസിഡന്റുമാരുടെ സ്പീച്ച് കൂടി ഇന്നുണ്ട്, അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് കൂടി വരുന്നുണ്ട്. എൻവിഡിയയുടെ റിസൾട്ടാണ് പുറത്തു വരാനിരിക്കുന്നത്. അവിടുത്തെ ഏർണിംഗ് സീസണിലേക്ക് വന്നാൽ ഏകദേശം S&P 500-ലെ കമ്പനികളിൽ 98% കമ്പനികളും ഇപ്പോൾ അവരുടെ ഏർണിംഗ്സ് പുറത്തുവിട്ട് കഴിഞ്ഞു. 78% അനലിസ്റ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയായിരുന്നു. ഇനി ഈ താരിഫിന് താൽക്കാലികമായി ഒരു വിരാമം വന്നതോടെ യൂറോപ്യൻ വിപണികളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,09,000 ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ ചെറിയ ഇടിവാണ് ഉണ്ടാക്കിയത്, 0.3% ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,600 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റും WTIയും ഏകദേശം 0.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഇന്നലെയും ശക്തമായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു. ഇന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. F&O എക്സ്പയറി സംബന്ധിച്ച ഒരു വാർത്തയാണിത്. F&O കരാറുകൾ ഇപ്പോൾ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ മാത്രം എക്സ്പയറിയിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്ചേഞ്ചുകൾ എക്സ്പയറി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ദിവസങ്ങൾ മാറ്റുന്നതിന് മുൻപ് സെബിയുടെ അനുമതി തേടേണ്ടതുണ്ട്. F&O വിപണിയിൽ NSEയും BSEയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന മത്സരം മൂലമാണ് ഈ നീക്കം. NSEയുടെയും BSEയുടെയും എക്സ്പയറി രണ്ടും 2 ദിവസമായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് BSE ആയിരുന്നു. BSEയുടെ വളർച്ച നോക്കിയാൽ ഡെറിവേറ്റീവുകളിൽ BSEയുടെ മാർക്കറ്റ് ഷെയർ 2024 സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പാദത്തിനും 2025 മാർച്ചിനും ഇടയിൽ 4.2% നിന്ന് 36.5% ഉയർന്നു. ഇനി NSE കൂടുതലായും തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളത് ചൊവ്വാഴ്ച അവരുടെ എക്സ്പയറി ഡേ ആയിട്ടായിരിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു എക്സ്പയറി ഡേറ്റിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്തരത്തിലായിരിക്കും എന്ന് തന്നെയാണ്. അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരുപക്ഷെ ഒരു ന്യൂട്രൽ ആവാനുമുള്ള സാധ്യതയുണ്ട്. ട്രേഡിംഗ് വോളിയം കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സഹായകമാവാനാണ് സാധ്യതയുള്ളത്. ഇനി BSE സെൻസെക്സിനെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്തതായി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആദ്യം സ്നൈഡർ ഇലക്ട്രോണിക് എന്ന കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ പല മടങ്ങിൻ്റെ വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന 54.61 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3.28 കോടി രൂപ മാത്രമായിരുന്നു ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ടോട്ടൽ ഇൻകമായി റിപ്പോർട്ട് ചെയ്തത് 592.60 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 475.38 കോടി രൂപയായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അടുത്ത് ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ വിൽപ്പനയുടെ കാര്യം നോക്കിയാൽ 219 ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 131 വാഹനങ്ങളാണ് അവർ വിറ്റത്. അതായത് ഇയർ ഓൺ ഇയറിൽ 67% വർധനവാണ് ഇപ്പോൾ വെഹിക്കിൾ സെയിൽസിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 448.92 കോടി രൂപയാണ്. 55% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ വന്നിരിക്കുന്നത്. എബിറ്റയിൽ 36% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ബജാജ് ഹെൽത്ത് കെയറിൻ്റെ റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 11.2 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 30 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നഷ്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ കമ്പനി ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. റവന്യൂവിൽ 15.4% വർധനവ് രേഖപ്പെടുത്തി 154.5 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. പക്ഷേ എബിറ്റയിൽ 26.3% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ഓറോബിൻഡ ഫാർമയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.5% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 902.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10.6% വർധനവ് രേഖപ്പെടുത്തി 8,382.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്.
എബിറ്റയിൽ 7.1% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് നസാറ ടെക്നോളജീസ് ആണ്. 4 കോടി രൂപയാണ് കമ്പനി ഇത്തവണ ലാഭമായിട്ട് പ്രഖ്യാപിച്ചത്. 0.2 കോടി രൂപ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഇയർ ഓൺ ഇയറിൽ ലാഭം ഉണ്ടായിരുന്നത്. റവന്യൂവിൽ നല്ല വർധനവ് തന്നെയാണ്. 95.4% വർധനവ് റവന്യൂവിൽ വന്നിരിക്കുന്നു. റവന്യൂവിൽ 95.4% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 520.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയായി രേഖപ്പെടുത്തിയത് 34.6 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വെറും 3.5 കോടി രൂപ മാത്രമായിരുന്നു എബിറ്റയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. മറ്റൊരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇൻഡിഗോയുടെ സഹസ്ഥാപകനായ രാകേഷ് ഗാംഗ്വാളും അദ്ദേഹത്തിൻ്റെ കുടുംബ ട്രസ്റ്റും 2025 മെയ് 27 ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ബ്ലോക്ക് ഡീൽ ട്രേഡ് വഴി ഇൻഡിഗോയുടെ മാതൃ കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡിൻ്റെ 3.4% വരെ ഓഹരികൾ വിൽക്കാനൊരുങ്ങുന്നു. ഇടപാടിൻ്റെ മൂല്യം ഏകദേശം 6,831 കോടി രൂപയാണ്. ഏകദേശം $801 മില്യൺ വരും ഇത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമൊന്ന് പറയാം. ഭാരത് ഡൈനാമിക്സ്, ബോഷ്, ഫെയർകം ഓർഗാനിക്സ്, കല്യാണി ഇൻവെസ്റ്റ്മെൻറ്റ്, മിൻഡ കോർപ്പ്, NMDC സ്റ്റീൽ, ഓറിയന്റ് എയറോമാറ്റിക്സ്, TTK പ്രസ്റ്റീജ്, സുവാരി ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ചമ്പൽ ഫെർട്ടിലൈസർ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. ബിഗിനേഴ്സിനായിട്ടുള്ള ഈ ക്ലാസ്സിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. എങ്കിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 136 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 1746 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. FIS കഴിഞ്ഞ 2 ദിവസമായിട്ട് ബൈയിങ്ങിൽ തന്നെയാണ്. DIS കഴിഞ്ഞ 5 ദിവസമായിട്ടും ബൈയിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഒരു മിക്സഡ് ആയിട്ടാണുള്ളത്. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.18% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.23% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.44% ഇടിവിലുമാണുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.03% നേട്ടത്തിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,039 എന്ന നിലയിൽ 10 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ 50% താരിഫ് താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. ബ്രൻറ്റും WTIയും ഏകദേശം 0.5% മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബ്രൻറ്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $63.99 പെർ ബാരൽ എന്ന നിലയിൽ 0.30% ഇടിവിലാണ്. WTI ഉള്ളത് $61.37 പെർ ബാരൽ എന്ന നിലയിൽ 0.26% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 25,000 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 148 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,000 മുകളിലായി ക്ലോസ് ചെയ്തെങ്കിലും ഇത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി അടുത്ത സ്വിംഗ് ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഈ 25,000 മുതൽ 25,050 വരെയുള്ള ആ ഒരു സോണിൽ ഒരു വീക്ക്ലി ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 25,200 മുതൽ 25,300 വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കിയാൽ ചെറിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പക്ഷേ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി എല്ലാ പ്രധാനപ്പെട്ട കീ മൂവിംഗ് ആവറേജുകൾക്കും നല്ല മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 21 ഡേ EMA ഉള്ളത് 24,530 ലെവലിലാണ്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഹയർ ലോ ഫോർമേഷൻ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ സെഷനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വോളിയവും കാണാനുണ്ട്. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 26,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,000 സ്ട്രൈക്കിലും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500 സ്ട്രൈക്ക്, അതിനുശേഷം 25,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ ക്രൂഷ്യലായിട്ടുള്ള 25,000 എന്ന സ്ട്രൈക്കുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 25,000 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 105% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 34% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,980-ൽ 203% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 19% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,100 സ്ട്രൈക്കിൽ 470% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 104% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്
55,572 174 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ വീക്കായിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ ദിവസമായിട്ട് ഒരു സൈഡ് വൈസിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് ഇന്നലെ വെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ്, ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്സൈഡിൽ ഇനി ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന 56,000 സ്ട്രൈക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 55,500 ഇന്ത്യ വിക്സിലേക്ക് 18.02 4.30% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. നമ്മൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അത്തരത്തിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ആ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.